ഡ്രീം മെഷീൻ എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ പുസ്തകമാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം മനുഷ്യർക്കും യന്ത്രങ്ങൾക്കും ഒരേപോലെ വായിക്കാൻ അനുയോജ്യമായ ഒരു പുസ്തകം ഇന്ത്യയിൽ തന്നെ പുറത്തിറങ്ങുന്നത്. ലോറൻ ഡ്യൂഡേറ്റും അപ്പൂപ്പനും ചേർന്നെഴുതിയ ഈ പുസ്തകം മലയാളികൾക്കും ഒരുപക്ഷെ ഇന്ത്യയിലുള്ള മുഴുവൻ പേർക്കും ഒരു പുതിയ അനുഭവമായിരിക്കും സമ്മാനിക്കുന്നത്. ഹ്യൂഗോ ഒരു സോഫ്റ്റ്വെയർ ടെക്നോളജിസ്റ്റാണ്. ഹ്യൂഗോ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുന്നു. നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കിയ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അയാൾ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ തുടക്കക്കാരനും അതിൻ്റെ ഉടമയും ഹ്യൂഗോ തന്നെയാണ്. സൂപ്പർ ഹ്യൂഗോ എന്ന് തന്നെ നമുക്ക് അയാളെ വിശേഷിപ്പിക്കാം. കാരണം അയാളുടെ നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പുതിയ കമ്പനി ഒരു വലിയ ഡീലാണ് അയാൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ആ ടെക്നോളജി വിൽക്കാൻ ലോകത്തിലെ ഉന്നതമായ കമ്പനികൾ, വലിയ കമ്പനികൾ അയാൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. വിൽക്കണോ വേണ്ടയോ? തൻ്റെ ടെക്നോളജി ലോകത്തിന് വിൽക്കണോ വേണ്ടയോ? ടെക്നോളജി വിറ്റാൽ വലിയൊരു തുക അയാൾക്ക് കിട്ടും. ഒരുപക്ഷെ ഇനി ജീവിതത്തിൽ ഒരു ജോലി പോലും ചെയ്യേണ്ടി വരില്ല. തൻ്റെ പ്രണയിനിക്കൊപ്പം സുഖമായി, സുഖസുന്ദരമായും സമൃദ്ധമായും ജീവിക്കാനുള്ള എല്ലാ വകയും കിട്ടും. എങ്കിലും ഈ ടെക്നോളജി വിൽക്കണോ വേണ്ടയോ എന്ന അനിശ്ചിതത്വത്തിൽ ഹ്യൂഗോ നിൽക്കുമ്പോഴാണ് ഡ്രീം മെഷീൻ എന്ന ഈ പുതിയ നോവൽ തുടങ്ങുന്നത്. ഇനി ഉത്തരമാണ് അറിയേണ്ടത്. ഹ്യൂഗോ തൻ്റെ ടെക്നോളജി വിൽക്കുമോ വേണ്ടയോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പോകുന്നത് ചാറ്റ് GPT ആണ്. 5 സാധ്യതകളാണ് ചാറ്റ് GPTക്ക് മുമ്പിൽ എഴുത്തുകാർ നൽകുന്നത്. ലോറൻ ഡ്യൂഡേറ്റും അപ്പൂപ്പനും 5 സാധ്യതകൾ ചാറ്റ് GPTക്ക് നൽകുന്നു. ഹ്യൂഗോ ടെക്നോളജി വിൽക്കുമോ ഇല്ലയോ? ഹ്യൂഗോ ടെക്നോളജി വിൽക്കാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഹ്യൂഗോ ടെക്നോളജി വിൽക്കുന്നതേയില്ല. ടെക്നോളജി വിൽക്കുന്നു, അത് അധാർമികമായ പ്രവൃത്തികൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നു, കുറ്റകൃത്യങ്ങളിലേക്കും ഭീകരവാദത്തിലേക്കും നയിക്കപ്പെടുന്നു. ഹ്യൂഗോ ടെക്നോളജി വിൽക്കുന്നു, അത് ലോകത്തെ പുതിയൊരു പ്രഭാതത്തിലേക്കും പ്രതീക്ഷയിലേക്കും നയിക്കുന്നു. 5 സാധ്യതകൾക്കും 20 വരികളിൽ താഴെയുള്ള ഉത്തരങ്ങളുമായി ചാറ്റ് GPT രംഗത്തെത്തുന്നതോടുകൂടി ഡ്രീം മെഷീൻ എന്ന പുസ്തകം ഇന്ത്യക്ക്, ലോകത്തിന് ഒരു പുതിയ സാധ്യതയുടെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ലോറൻ ഡ്യൂഡേറ്റും അപ്പൂപ്പനും മാത്രമല്ല ഈ പുസ്തകം സൃഷ്ടിച്ചത്, ചാറ്റ് GPT കൂടിയാണ്. 9 അധ്യായങ്ങൾ എഴുത്തുകാർ തന്നെ എഴുതി. മനുഷ്യൻ്റെ ഭാവനയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ് 9 അധ്യായങ്ങൾ. എന്നാൽ 10ാമത്തെ അധ്യായം സൃഷ്ടിച്ചത് ചാറ്റ് GPT ആണ് എന്ന് മറക്കരുത്. അത് മനുഷ്യഭാവനയെ തോൽപ്പിക്കുമോ ഇല്ലയോ എന്നറിയാൻ ഈ പുസ്തകം പൂർണ്ണമായി വായിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും പുതുമയും പ്രത്യേകതയും സവിശേഷതയും നിറഞ്ഞ ഇന്ത്യൻ പുസ്തക പ്രസാധന ചരിത്രത്തിലെ പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്ന ഡ്രീം മെഷീൻ ഇനി വായനക്കാർക്ക് സ്വന്തം.